ശത്രുവിനെ മര്യാദ പഠിപ്പിക്കാൻ രാമനാഥനെ കാര്യസ്ഥനായിട്ട് നിയമിച്ചിരിക്കുന്നു പോലും. അവൻ എന്തുണ്ടാക്കാനാ? ആ കിഴവനെയാന്ന് തല്ലിയപ്പോ അവന്റെ മോന്തക്കിട്ട് വന്ന് പിടയ്ക്കാൻ എന്റെ കൈ തരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാം, രാമനാഥൻ ആ തരിപ്പ് തീർത്ത് കളഞ്ഞു. കുട്ടാ, നീ എണ്ണ അളന്നാ മതി. കൂടെയുള്ള നിന്റെ ഈ എണ്ണയിടയിൽ വേണ്ട കേട്ടോ. ഓ, കൊറേ അനന്തരവന്മാരും സംബന്ധക്കാരും നിങ്ങളുടെയൊക്കെ പിടിപ്പുകൾ കൊണ്ട് ആ തറവാടിൽ ഈ തോന്നിയാസമൊക്കെ നടക്കുന്നത്. പകലന്തിയോളം മാട് പോലെ പണിയെടുക്കും. ശമ്പളവുമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. നാണമില്ലേ നിങ്ങൾക്ക്? നാണിക്കാനെന്തിരിക്കണു? കൗബീനം ചുറ്റിട്ടുണ്ട്. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമെന്നറിയാം. കാര്യസ്ഥനെ നിയമിച്ചിരിക്കുന്നു. കാര്യസ്ഥനാകാനുള്ള യോഗ്യത എനിക്കില്ലേ? എന്താ മാധവന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ആ, സദാശിവം നേർക്കോ? ഓ, ഞാൻ ഇതുപോലൊക്കെ തന്നെ കഴിഞ്ഞോളാവേ. ആ, ശ്രീധരനൊന്നും പറയാനില്ലേ? ചന്നന്മാര് അത് വെറുതെ. അതെ, തറവാട് നിറയെ കുട്ടികളുണ്ടല്ലോ. അച്ഛാ, ഈ ശത്രുങ്ങൾ എന്താ പറയണേ? ശത്രു അല്ലേ മോനെ, ശത്രുത ഉണ്ടാക്കാനല്ലേ നോക്കൂ. മോൻ വേഗം കുളിച്ചു കയറ്. ആ, അളിയനെ കാത്തിരിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നെ കാര്യസ്ഥനാക്കണ്ട. അളിയനല്ലേ തറവാടിലെ മൂത്ത അനന്തരവൻ. അളിയൻ എന്താ തടിപിടിക്കില്ലേ? ബുദ്ധിയില്ലേ? വൈഭവമില്ലേ? അളിയനുള്ളപ്പോ മേൽനോട്ടത്തിന് പുറത്തുനിന്ന് ഒരാളെ ആവശ്യമുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത്. കാര്യം കഴുത പറഞ്ഞാലും കേക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യാ. എണ്ണ കുറച്ചുകൂടി ആവാല്ലേ? ആവാം. ശത്രുളിയം പറയുന്നതിലും അല്പം കാര്യമൊക്കെ ഉണ്ട്. കാര്യമുണ്ട്. പക്ഷെ ഇത് വല്യമ്മാമയോട് പറയാൻ ആർക്കാ ധൈര്യം? എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ പറയാം. വേണ്ട, വല്യമ്മാമയുടെ അടുത്ത് നമ്മളിപ്പോ നേരിട്ട് പോണ്ട. പ്രശ്നം നമുക്ക് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അപ്പൊ തറവാട്ടിൽ വീണ്ടും പ്രതിഷേധ സ്വരം ഉയർന്നു. വല്യമ്മേ, വേണ്ട, ഇന്ന് വരെ ശബ്ദിക്കാതിരുന്നവരൊക്കെ ശബ്ദിച്ചു തുടങ്ങിയിരിക്കണു. ആരായതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. കൊണ്ടിരിക്കണം ആർക്കൊരു വിളി തോന്നി എന്ന് പറയണ പോലെയാ. ചിലരൊക്കെ കൊണ്ടാലേ പഠിക്കൂ. വല്യമാമ ചെയ്തത് തെറ്റാ, വലിയ ഒരു തെറ്റ്. എന്താ, നമുക്ക് എല്ലാവർക്കും കൂടി ചെന്നും കൂടി തിരുത്തല്ലേ? നന്ദി ഉണ്ടോടോ നിനക്കൊക്കെ? ആർക്ക് വേണ്ടി ആ മനുഷ്യൻ ജീവിക്കണത്? 1976 മരുമക്കത്തായ അവസാനിച്ചു എന്നും ഈ വിട്ട് കോമരങ്ങൾക്ക് അറിയില്ലേ? ഇന്ന് മക്കത്തായ ആയ കാലത്ത് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവനും അവർക്കാകുമായിരുന്നില്ലേ? വല്യേട്ടൻ അത് ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. വല്യേട്ടൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാടാ, ഭൂതം നിധിയാക്കണ പോലെ. വല്യേട്ടനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയായിരിക്കും. നോക്കേ, ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എന്ന് പോലും അവിടെ അറിയണ്ട. വയ്ക്കാ. തൊഴിലാളികൾക്ക് ശമ്പളത്തൊക്കെ പ്രത്യേകം മാറ്റിവെക്കണം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നാലും അതിന് വകുത്തുണ്ടാവണം. രാമനാഥനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അടുക്കള ചെലവിനുള്ള തുക. ഓ, തന്നേക്കാം. ചിക്കനും മട്ടനും കൂട്ടിയിട്ടൊന്നുമല്ല ഊണ്. എന്നും ഒരു അരയോടമ്പ് സാമ്പാറും 3 കൂട്ടം തൊലിഞ്ഞ് കറിയും. അതിന് ഇത്രയും തുക വേണോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്. കൂട്ടത്തിൽ മാഷ കാര്യം പരിഗണിക്കാം. കുറച്ച് പണം വേണ്ടി വരും. വെളിച്ചെണ്ണ മില്ലിലെ മെഷീൻ കേടായിരിക്കുക. ടെക്നീഷ്യന്മാര് കോഴിക്കോട് എത്തും. ഏർപ്പാടാക്കിണ്ട്. മെഷീൻ കേടായതാണോ കേടാക്കിയതാണോ? എന്തായാലും അതിന്റെ പേരിലും കുറെ വെട്ടി വീഴാമല്ലോ. ഹലോ, ആ രജിസ്റ്റർ ഇങ്ങോട്ട് വെച്ചേട്ടാ. ഞാനും ഒന്ന് നോക്കട്ടെ. ഇവിടെ എത്ര പണം വരവുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു, എത്ര ചോർച്ചയുണ്ട്, ഒക്കെ എനിക്കൊന്നും അറിയണല്ലോ. ഒക്കെ അറിയേണ്ടവരറിഞ്ഞാ മതി. രാമനാഥ, എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഓരോ സിഗരറ്റ്, 2 സ്മോള്, കുറച്ച് ചിക്കൻ, ഇതിനൊക്കെ പണം വേണമല്ലോ. അത് വേണം. വൗച്ചർ എഴുതി പണം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. 250 രൂപ രാമനാഥൻ എനിക്ക് തന്നാൽ 500 റുപ്യയുടെ വൗച്ചർ എഴുതി ഞാൻ ഒപ്പിട്ട് അങ്ങോട്ട് തരാം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാറേ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. പിന്നെ തോളിലിരുന്നുകൊണ്ട് ചെവി അടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കില്ല. നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണെന്ന് കൂട്ടിക്കോ. അത് ചോർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ പോണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്. ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാ. പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും. പിന്നെ മോക്കോ അടച്ചാ തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ചാ തല്ലി പോവും.
അതൊരു ദുശീലായി പോയി. പ്രായത്തിന്റെ കുഴപ്പമാണേ. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ, ഈ ശത്രുത പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. ആ പിന്നെ അന്ന് ശങ്കുമാമനെ തല്ലിയ വകയിൽ ഒരു കടം ബാക്കിയുണ്ട്, അത് ഞാൻ സമയമാകുമ്പോ തന്നോളാം. ആ പുതിയ വണ്ടി വന്നപ്പം പുതിയ കാര്യസ്ഥൻ ഭരണം തുടങ്ങിയിരിക്കുന്നു. നായയെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് പറഞ്ഞ പോലെയാ. കളക്ടറുടെ പവർ അല്ലേ. തറവാട്ടകങ്ങളൊക്കെ അവന്റെ അടിമകളാണെന്നാ അവന്റെ ഭാവം. ആഹാ അത്രയ്ക്കായോ? എങ്കിലും അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ എന്റെ മുറപ്പെണ്ണാടി. തരക്കേടില്ലാത്ത ഫിഗറാ, പക്ഷേ ലേശം തലക്കനുണ്ട്. ആ ഒരു താലി മേടിച്ച് കഴുത്തി കെട്ടിട്ട് ഞാൻ ശരിയാക്കി എടുത്തോളാം. എന്താ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. ഓ മാരുതി വാങ്ങിച്ചു തന്നു, ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്. ഇതാ M.Com റാങ്ക് കിട്ടിയതിന്. മൊട്ടു സൂചി അതവിടെ വെച്ചേക്ക്. സൂചിയാ എവിടെയെങ്കിലും തറച്ച ചോര പൊടി. അങ്ങനെ പൊടിയണ ചോരയൊന്നുമല്ല, ഇതേ റോയൽ ബ്ലഡാ, രാജരക്തം. കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കുട്ടിയോ? ആരുടെ കുട്ടി? ഓ ശരിയാ, ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ചോണ്ട് നടക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയെ കുട്ടീന്ന് വിളിച്ച് തെറ്റാ. ക്ഷമിക്കുക. ചാച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ എന്തൊരു ഫലിതം, എനിക്ക് ചിരി വന്നിട്ട് കൊടലും അറിയണു. പിന്നെ ഈ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള കഴിവൊക്കെ ദൈവം തരുന്നതാ, അതിലാരും അസൂയപ്പെട്ടത് കാര്യമില്ല. അതൊക്കെ വല്യമാമയുടെ അടുത്ത് എടുത്താ മതി. പാവം വല്യമാമയെ കൈമണി അടിച്ച് കൂടിയിരിക്കല്ലേ. ചാച്ചി എനിക്കിവിടെ വേറെ പണിയുള്ളതാ. പണിയെടുക്കണം, നന്നായി പണിയെടുത്ത പയ്യായിരത്തുനിന്ന് മാസം അവസാനം നല്ല കൂലിയും കിട്ടും. ചേച്ചി മനഃപൂർവ്വം ഉടക്കാൻ തന്നെയാണല്ലേ. ഇപ്പൊ ഒരാളുടെ ഊഴം കഴിഞ്ഞ് പോയുള്ളൂ. ഇനിയിപ്പോ എന്നാ ഞാൻ അതുപോലെ അല്ല കേട്ടോ. ആ എനിക്ക് കാർ സ്റ്റീരിയോ വാങ്ങിക്കാൻ 15,000 രൂപ വേണം. അയ്യോ അതിനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. മാത്രമല്ല മുക്കാല കേൾക്കാനല്ലേ, ആ വക ബോറം പാട്ടും നമുക്ക് വേണ്ട. ചേച്ചി പോ. അത് താനാണോ നിശ്ചയിക്കുക? അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. താൻ എന്നെ മര്യാദ പഠിപ്പിക്കൊന്നും വേണ്ട. മര്യാദക്ക് 15,000 രൂപ ഇങ്ങെടുക്ക്. കടന്നു പോടി വരുന്നു. എന്ത് പോടിയെന്നോ? അതേടി പോടിന്ന് പറഞ്ഞത് മനസ്സിലായില്ലേടി. കടന്നു പോടിന്ന്. ആഹാ അത്രയ്ക്കായോ? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അയ്യോ ദൈവങ്ങളെ, തമാശക്ക് തുടങ്ങിയതാ. കുഴപ്പമായോ? ഈ ഉള്ളവനെ പരീക്ഷിക്കല്ലേ. എനിക്ക് ക്ഷമ തരണേ. വല്യമ്മക്ക് എന്നെയാണോ ആ രാമനാഥനെയാണോ കൂടുതൽ ഇഷ്ടം? ഇതെന്ത് ചോദ്യ? എന്റെ ഗോപുവിനെ കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് ആരും. വല്യമ്മ നുണ പറയാ. വല്യമ്മ നുണ പറയേ? അതെ, കാർ ഇഷ്ടപ്പെട്ടോ? വേണ്ട, വിഷയൊന്നും മാറ്റണ്ട. വല്യമ്മ എന്തിനാ രാമനാഥനെ തലയിലേറ്റി വെച്ചിരിക്കുന്നത്? ഞാൻ നിന്നെ മാത്രമേ എന്റെ തലയിൽ ഏറ്റിട്ടുള്ളൂ. അതൊക്കെ വെറുതെ പറയാ. അന്ന് കണ്ടതല്ലേ എന്നെ കെട്ടിച്ചു വിടണമെന്ന് രാമനാഥൻ കളിയാക്കി പറഞ്ഞപ്പോ വല്യമാമ ചിരിക്കല്ലേ ചെയ്തത്. അതൊരു സത്യല്ലേ കുട്ടി? ഇതിൽ പല സന്തോഷം എന്താ എനിക്ക്? എനിക്ക് തമാശ ഒന്നും കേക്കണ്ട കേട്ടോ. വല്യമാമയ്ക്ക് രാമനാഥനെ നിലക്കി നിർത്താൻ കഴിയോ? അതെനിക്ക് പറയേണ്ടത്. അയ്യേ, ഒരാളെ നിർത്തി എങ്ങനെയാ ജോലി ചെയ്യിക്ക? മോശല്ലേ? അയാൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യട്ടെ. മതി കളിയാക്കിയത്. അയാൾ എന്നെ എന്താ വിളിച്ചെന്നറിയോ? എന്താ? പോടീന്ന്. ഒരു പ്രാവശ്യമല്ല, 2-3 വട്ടം പോടി പോടി പോടീന്ന്. രാമനാഥൻ അങ്ങനെ വിളിക്കില്ല. അപ്പോ ഞാൻ നുണ പറയാണെന്നല്ലേ? വല്യമാമയ്ക്ക് എന്നെ വിശ്വാസമില്ല. ആ ശരി, സമാധാനപ്പെട്. ഞാൻ ചോദിക്കാം. ഇപ്പൊ ചോദിക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. അയാളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. വാ എന്നേക്ക്. അയ്യോ ആരെങ്കിലും പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. താൻ ഇവിടെ പോടിന്ന് വിളിച്ചോ? പോടിയെന്നോ? ഞാനോ? എന്റെ ഈശ്വര, എന്റെ തല ചുറ്റുന്നേ. വിളിച്ചില്ലേ? ഒയ്യോ, ഇവിടത്തെ കുട്ടിയെ പോടിന്ന് വിളിക്കേ? അത്രയ്ക്ക് വിവരദോഷിയാണോ ഞാൻ? ചേട്ടാ വലിയ തെറ്റല്ലേ അതൊക്കെ? കണ്ടില്ലേ, രാമനാഥൻ അങ്ങനെ വിളിക്കില്ല. കപട ബഹുമാനവും കല്ല് വെച്ച് നുണയും. വല്യമ്മയെ ഇയാള് വിശ്വസിക്കരുത്. എന്റെ വല്യമ്മയാണ് സത്യം. ഇയാളെന്നെ പോടിന്ന് വിളിച്ചു. എന്താ രാമനാഥ ഇത്? എന്റെ കുട്ടി കള്ളം പറയില്ല. അതാണോ? കുട്ടി ഇങ്ങോട്ട് വന്നപ്പോ ദാ ഈ രജിസ്റ്ററിൽ അപ്പടി പൊടിയാണല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. കുട്ടി അത് പൊടിയെന്നാണോ കേട്ടെ? കേട്ടില്ലേ, രാമനാഥൻ പൊടിയെന്നേ പറഞ്ഞുള്ളൂ. അല്ല, കുട്ടിക്ക് ഇഷ്ടമില്ലാച്ച പൊടി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണേ ഇല്ല. പകരം കാറ്റത്ത് ഇങ്ങനെ പറന്ന് കിടക്കുന്ന സാധനമൊന്നോ, അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് ഇങ്ങനെ പോയിട്ട് അലർജി ഉണ്ടാക്കുന്ന സാധനമൊന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കുഞ്ഞി ഡപ്പിക്കകത്ത് കൊണ്ടു കിടന്നിട്ട് ഇങ്ങനെ മൂക്കിൽ വലിച്ചു കയറ്റിട്ട് മൂക്കളെ ഇങ്ങനെ കറക്റ്റ് ഒലിപ്പിച്ചിട്ട് നടക്കുന്ന അങ്ങനെ സാധനല്ലേ? മതി മതി, തീർന്നില്ലേ നിന്റെ പിണക്കം? താൻ കൂടെ ഒന്ന് സഹായിക്കടോ. ആ ചാക്കിന്റെ പുറത്ത് വയ്ക്കേ. ആ ക്യാൻ കമരരുത്. കെയർഫുൾ. കുട്ട നോക്കി നിൽക്കാതെ ഒന്ന് വേഗം ആവട്ടാ. അല്ല ഈ ചെയ്യണത് ശരിയാണോ?
ശരിയല്ല, നീ ഇപ്പൊ ചെയ്ത് ഒട്ടും ശരിയല്ല. താഴെ കൊണ്ട സാധനം എടുത്ത് വണ്ടിയിലോട്ട് പോയി. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ഒളിച്ചു കിടക്കുന്നത് കാരണവർ അറിഞ്ഞു കഴിഞ്ഞാ കൂടിപ്പോയാൽ നിന്നെ അവൻ കൊല്ലുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ആ ദുഃഖം ഞങ്ങൾ എല്ലാവരും അങ്ങ് സഹിച്ചോളാം. എന്താ പോരെ? നീ അങ്ങനെ പണിയെടുക്കടാ. ഓ, അവനൊരു ഹരിചന്ദ്രൻ. സൂര്യോദയത്തിന് മുമ്പ് വണ്ടികൾ ബീരാൻകുട്ടിയുടെ ഗോഡൗണിലെത്തണം. ചെല്ല്. അല്ല അളിയ, ഞാൻ ആലോചിക്കുക, എത്ര കാലാച്ചിട്ടങ്ങൾ ഒളിച്ചും കിടത്തും ജീവിക്കുന്നു. ഈ കളി എന്നാ പിടിച്ചപ്പെടുന്ന ആർക്കറിയാം. അടുത്ത മാസം സപ്തതിയാ, അധികാര കൈമാറ്റം ഉണ്ടാവും. അതുവരെ കാത്തിരിക്കുക. അർഹത എന്നൊരു വാക്ക് വല്യമാവ് പറഞ്ഞ് കേൾക്കണുണ്ട്. അർഹതയുള്ളവർക്ക് കിട്ടും, അർഹതയുള്ളവർക്ക് കൊടുക്കുമെന്നൊക്കെ. എനിക്കൊരു സംശയം, ഇനി നമുക്കാർക്കും അർഹത ഇല്ലെന്നാണോ? നമുക്ക് അർഹതയില്ലെന്ന് അതെങ്ങനെ ശരിയാവുക? വല്യമ്മാവയുടെ കാലാവധി തീർന്നോട്ടെ. മൂത്ത അനന്തരവൻ ഞാനല്ലേ. നിയമപ്രകാരം അടുത്ത അവകാശി ഞാൻ തന്നെ ആയിരിക്കും. അന്നെന്തായാലും ഭാഗം വയ്ക്കുള്ളൂ. ഉണ്ടാവും, സംശയമില്ല. ഈ നശിച്ച കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് അന്ന് അന്ത്യം ഉണ്ടാവും. ഒന്ന് പതുക്കെ, വെറുതെ ഒച്ച വെച്ച് ഉറങ്ങണോ ഉണർത്തണ്ട. ഉറങ്ങിയിട്ടില്ല അളിയോ. അളിയോന്നല്ല, ആനക്കള്ളാന്നാ വിളിക്കണ്ടേ. കാരണവരുടെ കാലം കഴിയാൻ കാത്തിരിക്കുകയാണല്ലേ. ഓ, പകലുള്ള നേരത്തൊക്കെ കാരണവരോട് എന്ത് ഭക്തി, ബഹുമാനം, അനുസരണ. രാത്രി ആയാല് ഇത് കാരണവരെ അറിയിച്ചിട്ട് തന്നെ കാര്യം. അളിയാ, ഒച്ച വെക്കില്ലേ? അതെ. അമ്മാമേ, അമ്മാമേ, കഥ ഓർക്കുക. നീ എന്താ ഈ ആ സമയത്ത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമ്മാമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അവിടെ ആകെ കുഴപ്പമാ. തറവാട്ടിൽ എല്ലാരും സത്യസന്ധമാരാണെന്നല്ലേ അദ്ദേഹം വിചാരിച്ചിരിക്കണേ. തെറ്റി, ഒക്കെ കള്ളന്മാരാ. അവര് തറവാട്ടിൽ നിന്ന് സാധനങ്ങൾ കടത്തുക. നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ പയ്യാരത്ത് വന്നിട്ട് കൊല്ലം എത്രയായിരുന്നു എന്റെ വിചാരം. അങ്ങനെയുള്ള ചിന്തൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഞാൻ നേരിട്ട് കണ്ടതാ. അമ്മാമ്മ ഇപ്പൊ എന്റെ കൂടെ വാ. അവരിപ്പോഴും ലോറിയിലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക. നേരാണ് മോനെ. സത്യം, സ്വത്ത് കിട്ടാനുള്ള മോഹം എല്ലാവർക്കും. ആ ശത്രും കൂടി അവരുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അവര് തറവാട് മുടിക്കും. പാവം, അദ്ദേഹം ഈ കൊലച്ചതയൊന്നും അറിയുന്നില്ല. നമുക്കിപ്പൊ തന്നെ അറിയിക്കണം. വാ. വേണ്ട, ആ മനസ്സ് തകരും. അത് കാണാൻ എനിക്ക് വയ്യ. നമ്മളായിട്ട് അറിയിക്കേണ്ട തെറ്റിദ്ധാരണ ഉണ്ടാവും. കാലത് തെളിയിക്കും. നീ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ഇനി ചോർച്ച ഉണ്ടാവാതെ നോക്കണം. അതൊരു കാര്യസ്ഥന്റെ പെടുക്ക. പോയി കിടന്നുറങ്ങിക്കോ. അദ്ദേഹം പാമ്പുകളാണല്ലോ പാലൂട്ടി വളർത്തുന്ന എന്റെ ഭഗവതി. ശരി ശരി, കുറച്ചോ കാക്കട്ടെ. ശരിയാവൂടാ നമുക്ക്. അത് വെറുതെ ഈ അവള് സൂയിപ്പാക്കല്ലേ മോനെ. ഈ അവള് പണം കൊയ്യല്ലേ വായ. അതെ, നല്ല നാടൻ കുത്തരിണ്ട്. ഒരു ലോഡ് അങ്ങോട്ട് അയച്ചു തരട്ടെ. എന്ത്, നമ്മളതിൽ കല്ലോ? എടാ നമുക്ക് 10 കിലോ അരിയിൽ 1 കിലോ ചരലേ വീരാൻകുട്ടി ചേർത്തുള്ളൂ. അതും കടലുണ്ടിലെ നല്ല ദഹിക്കുന്ന ചരല്. ഇവിടെ ഓരോ അംകൾ ഈ 2 കിലോ ചേർത്തുണ്ട്. വീരാൻകുട്ടി നല്ല നെറിയുള്ള ബിസിനസ്സേ ചെയ്യുള്ളൂ. വേണമെങ്കിൽ പറഞ്ഞോ, നല്ല അസല് മട്ട. ഓക്കെ ഓക്കെ. ഓ ശരി. ഇതെന്താണോ ബീരാൻകുട്ടിക്ക? സാധനം തന്നിട്ട് പണം വാങ്ങാൻ തപസ്സിരിക്കണോ? ഇതാ പറഞ്ഞ എമൗണ്ട് ഫുള്ളായിട്ടുണ്ട് പിടിച്ചോളി. അപ്പൊ ചരക്ക് 30-ാം തീയതി എത്തുമല്ലോ. ചരക്കിറക്കാം, പക്ഷെ തുക കുറച്ച് മാറ്റി തരണം. അത് നമ്മളേറ്റത്. അല്ല, എന്താ ഇപ്രാവശ്യം അരി വളരെ കുറഞ്ഞു പോയി? അതിപ്പോ സാധനല്ല, അത് അടുത്തവളെ കൂട്ടി ഇറക്കിയാ മതി. Two most famous cities were called Athens and Sparta. At that time, there was a race of mighty warriors. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ടിരിക്കും ടീച്ചർമാർക്കൊക്കെ പഠിപ്പിക്കാൻ ഇത്ര വാശി ആക്രാന്തം. നീ ഭാഗ്യവാനടാ. ഇങ്ങനെയെങ്കിലും നിനക്ക് ഇതിനകത്തൊന്ന് കേറാൻ പറ്റിയില്ലേ? ആക്കല്ലേ മാഷേ. പിന്നെ ഞാനും പഠിച്ചിട്ടുണ്ട് 8 വരെ. 8 തന്നെ 3 കൊല്ലം. പിന്നെയും പഠിക്കായിരുന്നു. കൂടെ പഠിച്ചവരെന്നെ മാഷുമാരായി വന്നപ്പോ അത്ര പന്തിയല്ലെന്ന് തോന്നിയോണ്ടാ. പഠിപ്പില്ലെങ്കിൽ എന്താ, എന്റെ കണക്കൂട്ടിൽ ശരിയല്ലേ? അത് നിന്റെ വയറ്റിപ്പഴപ്പായതുകൊണ്ടാ. ഓ, ഈ കാശിനെന്ത് പാരാ, എന്റെ കൈ ഒടിഞ്ഞു. എടുത്ത് തലേ വെച്ചോ, ഭാരം കുറഞ്ഞ സ്ഥലമല്ലേ. മാഷേ, Now that storm was at its highest. Lightning flamed from the sky, and everything below stood out in a clear distinctness. The bending trees, the wave-tossed river, and driving spray, and the dim outlines of the high banks on the other side. ഇപ്പോൾ ആ കൊടുങ്കാറ്റ് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. ആകാശത്തു നിന്നും മിന്നൽ പിണരുകൾ പാഞ്ഞു. താഴെയുള്ള വസ്തുക്കളെല്ലാം വ്യക്തമായി തെളിഞ്ഞു കാണപ്പെട്ടു. തലകുനിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, തിരമാലകൾ, ചാഞ്ചാടുന്ന നദി, ചിതറിത്തെറിക്കുന്ന ജലഗണങ്ങൾ, മറുവശത്തുള്ള ഉയർന്ന ബാങ്ക് കെട്ടിടങ്ങളുടെ മങ്ങിയ രൂപങ്ങൾ. ടീച്ചറെ, ഒരു മിനിറ്റ് ഞെന്നേ. ചാച്ചി, ടോം സോയറിലെ പഠിപ്പിക്കണേ. സർവത്ര അബദ്ധ. നൗ ദാറ്റ് സ്റ്റോൺ അല്ല, നൗ ദാറ്റ് എന്നുള്ള ചേർത്ത് വായിക്കണം. അത് ഒറ്റ വാക്ക. ആയതിനാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഡിം ഔട്ട്ലൈൻസ് ഓഫ് ദ ഹൈ ബാങ്ക്സ് ഓൺ ദ അതർ സൈഡ് എന്ന് വെച്ചാൽ ബാങ്ക് കെട്ടിടന്നല്ല. ബാങ്ക്സ് എന്ന് വെച്ചാൽ തീരങ്ങൾ എന്ന് അർത്ഥമുണ്ട്. പാവം കഥാകൃത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന തീരങ്ങൾ എന്ന് തന്നെയാ. You mind your own business. I look after it. അയ്യേ ടീച്ചറെ, അതും അബദ്ധമാ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്ന. ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് എന്നാണ് പറയേണ്ടത്. Stupid. Don't teach me. I also have little knowledge about it. ഇപ്പൊ പറഞ്ഞ നിങ്ങളുടെ ടീച്ചറുടെ കാര്യത്തിൽ കറക്റ്റാ.
ഐ ഹാവ് ലിറ്റിൽ നോളജ് എന്ന് വെച്ചാൽ എനിക്ക് അറിവില്ല എന്നാ സാരം. ഐ ഹാവ് എ ലിറ്റിൽ നോളജ്, അതാണ് എന്റെ കറക്റ്റ് പ്രയോഗം. Ramanathan, you don't have no business here. അയ്യോ, വീണ്ടും തെറ്റില്ലോ ചേച്ചി. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് പ്രയോഗിക്കാൻ പാടില്ല. യു ഹാവ് നോ ബിസിനസ്, അതുപോലെ. Shut up your bloody mouth. വീണ്ടും പഴച്ചില്ലേ? നേരെ മൗത്ത് നോക്കി ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് എന്തിനാ? ഷട്ട് അപ്പ്, ദാറ്റ്സ് ഇനഫ്. മാഷ സ്കൂളിൽ ഷൈൻ ചെയ്യല്ലോ, ഇതുവരെ സ്വന്തം സ്കൂളാ. സ്വന്തം സ്കൂളാന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം പഠിപ്പിക്കുന്ന? നീ പുറന്നു. മാഷേ, ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. പെണ്ണല്ലേ, അഹങ്കാരം ഒന്ന് കുറയട്ടെ. അതെന്തിനാ? എനിക്ക് അവൾ ആവശ്യമുണ്ട്. അതെന്തിനാ? കല്യാണം കഴിക്കാൻ. അതെന്തിനാ? അതെന്താ? പ്രായപൂർത്തി അവിടെ പറഞ്ഞുതരാം. ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. ദേവി രക്ഷിക്കണേ. അങ്ങ് എന്റെ പിന്നിലുണ്ടായിരുന്നോ? ഇല്ല, താനാ എന്റെ മുന്നിൽ വന്ന് നിന്നത്. താൻ ഇവിടെ സ്ഥിരമായി വരാറുണ്ടോ? ഇതെന്റെ കുടുംബക്ഷേത്ര. പയ്യാരത്തെ ഭഗവതി എങ്ങനെയാ തന്റെ കുടുംബദേവതയാവുക? അപ്പൊ പ്രസാദം, അച്ഛന്റെ പേരിലൊരു ശത്രുസംഹാര പൂജ കഴിച്ചു. തന്റെ അച്ഛൻ അത്രയധികം ശത്രുക്കളോ? ഒരുപറ്റം ശത്രുക്കളുടെ നടുവിലാണ് അച്ഛൻ. പാവം, അദ്ദേഹം അതൊട്ട് മനസ്സിലാക്കുന്നില്ല. സഹായിക്കാൻ ആരുമില്ലേ? ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതറിയില്ല. കഷ്ടം തന്നെ. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. മിത്രങ്ങളേ ഉള്ളൂ കുടുംബത്തിനകത്തും പുറത്തും. താൻ നിത്യവും കാണണമല്ലേ എന്റെ തറവാട്ടിലെ അവസാനത്തെ കണ്ണി മാളുട്ടി തൊട്ട് കുഞ്ഞിലക്ഷ്മി വരെ അവർക്ക് എന്നോടുള്ള സ്നേഹം മുജ്ജമ്മ സുഹൃതം. പിന്നെ സ്കൂളിലുണ്ടായ കോലാഹലങ്ങളൊക്കെ അറിഞ്ഞു. ഗോപു വല്ലാത്ത പരിഭവത്തിലാ. മനഃപൂർവ്വമല്ല, എന്റെ ഭാഗത്തുനിന്ന് പാകപ്പിഴ വല്ലതും. ഏയ്, തന്റെ പക്ഷത്ത് തന്നെയാ ശരി. അറിവിന്റെ മുന്നിലെ തോൽവി വിജയത്തിലേക്കുള്ള കാൽവെപ്പ. അതവള് മനസ്സിലാക്കണം. ആ, സ്കൂളിൽ അധ്യാപകര് കുറവാ, അതുകൊണ്ടാ ഗോപുവിനെ അയച്ചത്. തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് സഹായിച്ചൂടെ? അല്ല, അത് പിന്നെ പുതിയ അപ്പോയിന്റ്മെന്റ് ആകുന്നത് വരെ മതി. അധ്യാപക വൃത്തി അത്ര മോശമൊന്നുമല്ല കേട്ടോ. എന്റെ തുടക്കം അവിടുന്നായിരുന്നു. ബുദ്ധിമുട്ടൊന്നുമില്ല, അധ്യാപനം എനിക്ക് ഇഷ്ട. എന്നാ നാളെ തന്നെ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് ജോയിൻ ചെയ്തോളൂ. എന്താ? ഓ, അങ്ങനെ മുന്നോട്ട് പോകാനുള്ള മാർഗം തുറന്നു കിട്ടിയിരിക്കുക. രാമനാഥനെ കുറിച്ച് വല്യമാമയുടെ മനസ്സിൽ കരട് വീണ് കഴിഞ്ഞു. ഇതാ പറ്റിയ അവസരം. ശരിയാ, ഇത്രമാത്രം അവനോട് മതിപ്പ് വന്നാൽ എന്താ അവനിലുള്ളത്? അത് കണ്ടുപിടിക്കണം. അവൻ ആരാ, എവിടെന്ന് വന്നു? അല്ല, നമുക്ക് അവന്റെ മുറി ഒന്ന് പരിശോധിച്ചാലോ? ആകെ ഒരു തകരപ്പെട്ടിയല്ലേ അവന്റെ പക്കലുള്ളൂ. പെട്ട് തകരമായിക്കോട്ടെ, പക്ഷെ അതിനകത്ത് ജീവിതം തകർക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും. കണ്ടുപിടിക്കണം. അതൊരു വഴിക്ക് നീങ്ങട്ടെ. ഇതാണ് പറ്റിയ അവസരം. അവനെ പുകച്ചു പുറത്തു ചാടിക്കാൻ സമരമാർഗം തന്നെ വേണ്ടിവരും. വല്യമ്മാമയുടെ മനസ്സിലാകണമെങ്കിൽ ആരെങ്കിലും നിരാഹാരം കിടന്നേ പറ്റും. അല്ല, അതിപ്പോ ആരാ കിടക്കുക? ആ, ശ്രീധരന്റെ ശരീരപ്രകൃതി അതിന് പറ്റിയതാ. അയ്യോ, ഞാൻ നിരാഹാരം കിടന്ന വല്യമ്മാമ എനിക്ക് സുഖമരണം ആശംസിക്കുകയുള്ളൂ. മുൻകൂട്ടി ഒരു റീത്തും ബുക്ക് ചെയ്യും. അങ്ങനെ ആരെങ്കിലും നിരാഹാരം കിടന്നിട്ട് കാര്യമില്ല. ആ. വല്യമ്മാമയ്ക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ ആവണം. അതിനിപ്പോ ഒരാളെ ഉള്ളൂ. ഹലോ. നിരാഹാരോ? അതെന്താ ഉണ്ടായേ? ഞാനിതാ വരുന്നു. മോളെ, ഗോപു, വല്യമ്മാമയെ വിളിക്കണത്. എന്താ കുട്ടി ഈ കാണിക്കണത്? മോൾ ഇങ്ങനെ പട്ടിണി കിടന്ന വല്യമ്മാമയ്ക്ക് മനസമാധാനം ഉണ്ടാവോ? എന്താ മോളെ, അയാളോട് നിനക്ക് എന്താ ഇത്ര ദേഷ്യം? നിന്നെ തല്ലിയതിന് അയാളെ കൊണ്ട് മാപ്പ് പറയിച്ചു, ഏത്തമിടിയിച്ചു. ഇനിയും വല്യമാമയ്ക്ക് അയാളെ പിരിയാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനെ ഒന്നുമില്ല. രാമനാഥൻ എല്ലാം നോക്കി നടത്താനുള്ള കഴിവുണ്ട്. അവൻ വന്നു കയറിയ ശേഷം കുടുംബത്തിൽ ഒരു അടുക്കും ചിട്ടിയ ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വല്യമാമയ്ക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ തോന്നിപ്പിക്കാനുള്ള സൂത്രമൊക്കെ അവന്റെ കയ്യിലുണ്ട്. മോളെ, വല്യമാമ എന്റേതല്ലാതാവണു. എന്റെ മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം വല്യമാമ അന്യനാവണു. ഞങ്ങൾക്ക് വല്യമാമയെ വേണം. വല്യമാമ ഞങ്ങളുടെയാ, രാമനാഥന്റെ അല്ല. നിങ്ങളുടെ അല്ലാന്ന് ആരാ പറഞ്ഞേ? ഒക്കെ വെറും തെറ്റിദ്ധാരണയാണ്. അയാൾ ഇവിടെ വേണ്ട, ആർക്കും ഇഷ്ടമില്ല. പിന്നെന്തിനാ? വഴിയുണ്ടാക്കാം. നീ വന്ന് വല്ലത് കഴിക്കൂ കുട്ടി. ഇല്ല, രാമനാഥനെ പുറത്താക്കാതെ ഗോപുവിന് ജലപാനം പോലും ഇല്ല. ഇത് സത്യം. കുട്ടിക്ക് സമാധാനായോ? രാമനാഥനെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് ഒറ്റ വാശിയില്ല. കുട്ടിയല്ലേ, തെറ്റിദ്ധാരണ കൊണ്ടാ. പറഞ്ഞു മനസ്സിലാക്കായിരുന്നു. സ്നേഹത്തിന്റെ മുന്നിൽ തോൽക്കണ ഒരു രസാടോ. ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. രാമനാഥനോട് അത്രമാത്രം ആത്മബന്ധമായിപ്പോയി. അവനെ തനിക്കറിയില്ല, എനിക്കറിയാം. അവൻ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. രാമനാഥൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നാലും വേണ്ട, എനിക്ക് എന്റെ കുട്ടിയോട് തന്നെയാ വലുത്. താനവനെ വിളിക്കുക.
രാമനാഥ, തന്റെ സേവനം ഇനി പയ്യാരത്ത് വേണ്ട. പറയണോണ്ടൊന്നും തോന്നരുത്. ഏത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് ഒരു കാരണം ഉണ്ടാവല്ലോ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാ തെറ്റും ശരിയൊക്കെ ഞാൻ വിശകലനം ചെയ്തിരിക്കണു. തന്നെ ഇവിടെ ആർക്കും വേണ്ട. ആ നിലയ്ക്ക് എനിക്കും മറിച്ചൊരു അഭിപ്രായം ഇല്ല. ശങ്കു, രാമനാഥന്റെ കണക്ക് എന്താന്ന് വെച്ചാ നോക്കി കൊടുത്തയക്കുക. അപ്പോ എല്ലാം തീർത്ത് അവസാനിപ്പിക്കുകയാണല്ലേ? നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്താ തീരുവോ? രാമനാഥ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? രാമനാഥൻ മര്യാദയ്ക്ക് നിന്നോളും, നിർത്തിക്കോളാം. പറഞ്ഞയക്കണോ?